അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ അമയ KV 9th E. ഞാൻ അനുഷ്ക PP 9th E. മലയാള ഭാഷ തൻ മാദക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. ഇന്ന് ഡിസംബർ 9. 134 വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ പ്രസിദ്ധീകൃതമായത് ഈ ദിവസമാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ നോവൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ദുലേഖയുടെ കർത്താവാണ് ഒയ്യാരത്ത് ചന്തുമേനോൻ. ഒറ്റ നോവൽ കൊണ്ട് തന്നെ മലയാള സാഹിത്യ ചരിത്രത്തിൽ സമുന്നത സ്ഥാനം വഹിക്കുന്നു അദ്ദേഹം. രണ്ടാമത്തെ നോവലായ ശാരദയും വായനക്കാരുടെയും നിരൂപകരുടെയും മുക്തകണ്ഠ പ്രശംസയ്ക്ക് പാത്രമായി. ഇന്ദുലേഖ ആദ്യം പ്രസിദ്ധീകരിക്കാൻ പ്രസാധകർ തയ്യാറാക്കാത്തതുകൊണ്ട് ആ വർഷം ഡിസംബറിൽ ചന്തുമേനോൻ സ്വന്തമായാണ് കോഴിക്കോട്ടെ സ്പെക്ടേറ്റർ പ്രസിൽ അച്ചടിച്ചു പുറത്തിറക്കിയത്. 1890 ജനുവരിയിൽ നോവൽ വിൽപ്പനയ്ക്കെത്തി. 3 മാസത്തിനുള്ളിൽ ഒന്നാം പതിപ്പ് മുഴുവൻ വിറ്റുതീർന്നു. 1889 മുതൽ ഇതുവരെയായി ഉദ്ദേശം 2 ലക്ഷം കോപ്പിയെങ്കിലും അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. നോവലിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പല പത്രങ്ങളും നോവലിന്റെ നിരൂപണം പ്രസിദ്ധീകരിച്ചു. ഇക്കാലയളവിൽ ഇംഗ്ലീഷ് പരിഭാഷയും പുറത്തിറങ്ങി. 17ാമത്തെ വയസ്സിൽ ചന്തുമേനോൻ കോടതി ഗുമസ്തനായി ഔദ്യോഗിക ജീവിതം തുടങ്ങി. സ്വന്തം യോഗ്യത കൊണ്ട് ചന്തുമേനോൻ ജോലിയിൽ ഉയർന്നു. ബുദ്ധിശക്തി, കൃത്യനിഷ്ഠ, സത്യസന്ധത ഇവ അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പായിരുന്നു. തലശ്ശേരിയിൽ അന്ന് സബ് കളക്ടർ ആയിരുന്ന മിസ്റ്റർ ലോഗൻ ഷാർപ്പിൽ നിന്ന് മേനോന്റെ ഗുണഗണങ്ങൾ അറിഞ്ഞ് തുക്കിടി കച്ചേരിയിൽ ഗുമസ്തനായി നിയോഗിച്ചു. 1892 ചന്തുമേനോൻ തിരുനെൽവേലിയിൽ ആക്ടിംഗ് അഡീഷണൽ സബ് ജഡ്ജിയായി. 1893 മംഗലാപുരത്തേക്ക് മാറി. ഈ സന്ദർഭത്തിൽ അതിയോഗ്യനും പ്രാപ്തനും സത്യസന്ധനും നിഷ്പക്ഷപാതിയുമായി ഖ്യാതി നേടി അദ്ദേഹം. മലയാളത്തിലും ഇംഗ്ലീഷിലും മികച്ച ഗദ്യരചനാ പാടവം സമ്പാദിച്ചിരുന്നു ചന്തുമേനോൻ. ഇന്ദുലേഖയ്ക്ക് മുൻപ് ഒരു സാഹിത്യകാരനോ മലയാള സാഹിത്യത്തോട് വിശേഷ പ്രതിപത്തിയോ ഉള്ളയാളായി ചന്തുമേനോൻ അറിയപ്പെട്ടിരുന്നില്ല. ഇന്ദുലേഖയെ കൂടാതെ അപൂർണമായ ശാരദയും വിദ്യാവിനോദിനിയിൽ വന്ന മയൂര സന്ദേശത്തിന്റെ വിമർശനവും ചാത്തുക്കുട്ടി മന്നാടിയാരുടെ ഉത്തരരാമചരിതത്തെ കുറിച്ചെഴുതിയ ഒരു ദീർഘലേഖനവും ഇത്രയുമാണ് സാഹിത്യ സംബന്ധിയായ ചന്തുമേനോന്റെ ആകെ രചനകൾ. ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ വിദ്യാലയത്തിലെ മലയാളം അധ്യാപിക ശ്രീമതി രാധാമണി ടീച്ചർ ചേരുകയാണ്. നമുക്ക് ടീച്ചറുടെ വാക്കുകൾ കേൾക്കാം. നമസ്കാരം. സായിപ്പിനെ ചെണ്ടകൊട്ടിച്ച തലശ്ശേരിയുടെ സ്വന്തം സബ് ജഡ്ജി ഒയ്യാരത്ത് ചന്തുമേനോൻ 135 വർഷം മുമ്പ് എഴുതിയ ഇന്ദുലേഖ മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ സാമൂഹ്യ നോവലാണ്. ഒരു നായർ കുടുംബത്തിലെ കഥാപാത്രങ്ങളിലൂടെ മരുമക്കത്തായത്തിന്റെ പരിമിതികളും മക്കത്തായം വന്നാലുള്ള ഗുണങ്ങളും നമ്പൂതിരിമാർക്കിടയിലെ വേളി സമ്പ്രദായത്തിന്റെ ദോഷങ്ങളും ഈ നോവലിൽ രസകരമായി ഇതൾ വിരിയുന്നു. ഇതിലെ നായികാനായകന്മാരായ ഇന്ദുലേഖയുടെയും മാധവന്റെയും കഥയിലൂടെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ മേന്മയും യുവാക്കളിൽ വളർന്നുവരുന്ന സ്വാതന്ത്ര്യബോധവും ചന്തുമേനോൻ വെളിവാക്കുന്നുണ്ട്. മലയാളിയുടെ വ്യവഹാരപ്രിയത്വം പരിഹസിക്കപ്പെടുന്ന രീതിയിലാണ് മേനോന്റെ രണ്ടാമത്തെ നോവലായ ശാരദ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. പൂഞ്ചോലക്കര എടത്തിലച്ചനും സർപ്പദൃഷ്ടിക്കാരൻ വൈത്തിപ്പട്ടരും
താശൻ മേനോനുമെല്ലാം ശാരദയെ മികവുറ്റതാക്കുന്നു. ചന്തുമേനോന് പൂർത്തിയാക്കാൻ പറ്റാതിരുന്ന ശാരദയെ പിൽക്കാലത്ത് സി അന്തപ്പായി പൂർണ്ണമാക്കിയിട്ടുണ്ട്. 1889 പിറന്ന ഇന്ദുലേഖയും തൊട്ടു പിന്നാലെ 1892 പിറന്ന ശാരദയും ഇന്നും ആസ്വാദക ഹൃദയങ്ങളെ ആകർഷിക്കുന്നു എന്നത് ചന്തുമേനോന്റെ ആഖ്യാന വൈഭവത്തിന്റെയും പാത്ര സൃഷ്ടിയുടെയും വിജയമാണ്. നന്ദി. 1882 ചന്തുമേനോൻ കാത്തോളി വീട്ടിൽ ലക്ഷ്മി അമ്മയെ വിവാഹം ചെയ്തു. ചന്തുമേനോന് അനുരൂപയായ സഹധർമ്മിണിയായിരുന്നു അവർ. ഇന്ദുലേഖയുടെ സൃഷ്ടിക്കു പിന്നിൽ തന്റെ പത്നിയാണെന്ന് ചന്തുമേനോൻ സൂചിപ്പിക്കുന്നുണ്ട്. വലിയ കോയിത്തമ്പുരാൻ അമരകശതകം ഭാഷാന്തരീകരിച്ചതും അവരുടെ നിർബന്ധത്താലാണ്. പ്രസംഗകൻ എന്ന നിലയിലും അദ്ദേഹം പ്രശംസിക്കപ്പെട്ടു. കേരളവർമ്മയുടെ മയൂര സന്ദേശം വായിച്ച് സന്തോഷിച്ച് സ്വന്തം ചെലവിൽ ബാസൽ മിഷൻ അച്ചുകൂടത്തിൽ അച്ചടിപ്പിച്ചു. 1897 കോഴിക്കോട് സബ് ജഡ്ജിയായി ജോലി ഏറ്റെടുത്തു. മരണം വരെ ഈ ജോലി തുടർന്നു. ഗവൺമെന്റ് റാവു ബഹദൂർ ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. മദിരാശി സർവകലാശാല നിയമപരീക്ഷകനും കലാശാലാംഗവുമായിരുന്നിട്ടുണ്ട് ചന്തുമേനോൻ. 1899 സെപ്റ്റംബർ 8 ഉയ്യാരത്തെ ചന്തുമേനോൻ അന്തരിച്ചു. ഇന്ദുലേഖ എന്ന നോവൽ രചിച്ചതിലൂടെ മലയാള ദേശത്തെ ലോക ശ്രദ്ധയിലേക്ക് ഉയർത്തിയ പ്രതിഭാശാലിക്ക് മുന്നിൽ വിദ്യാഗീതം സ്കൂൾ റേഡിയോയുടെ പ്രണാമം. കിളികൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലി നിൻ പുളിയില കരമുണ്ടിൽ തെളിയുന്നു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. പുതിയൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.